ഹലോ, ഇന്ന് ക്രിസ്മസ് ആണല്ലോ. അപ്പം എനിക്ക് നാടൻ കോഴിക്കറി നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീട്ടിലുള്ള എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലുള്ള കോഴിയാണ്. പക്ഷെ ഞങ്ങൾക്കും അവിടെ എന്തുണ്ടെങ്കിലും ഇവിടെ എന്തുണ്ടെങ്കിലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചൊക്കെ ഞങ്ങൾ അങ്ങനെ നല്ല സ്നേഹത്തിൽ തന്നെ കേട്ടോ പോണേ. അപ്പം അച്ഛനാണ് കേട്ടോ വയ്ക്കണേ, വറുത്തരച്ചിട്ടാണ് വെക്കാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ നല്ല സ്നേഹമുള്ള അച്ഛൻ. എല്ലാവരും അച്ഛന്മാർ നല്ല സ്നേഹമുള്ള അച്ഛൻ തന്നെയായിരിക്കും. എൻ്റെ അച്ഛൻ നല്ല സ്നേഹമുള്ള അച്ഛനാണ്. ഒരുവിധ എല്ലാ കാര്യങ്ങളും വീട്ടിലത്തെ അമ്മയ്ക്ക് വയ്യാണ്ടായാലും അങ്ങനെ അമ്മ ഇല്ലെങ്കിലും ഒക്കെ ഞങ്ങൾ നന്നായി എല്ലാ കാര്യം കൊണ്ടും നല്ലൊരു അച്ഛനാണ്. എന്നെ അടിച്ചാൽ തന്നെ എൻ്റെ അച്ഛൻ കരയൊക്കെ ചെയ്യും കേട്ടോ. നല്ല വിഷമ അച്ഛന്. അങ്ങനെ അടിക്കൊന്നുമില്ല. അമ്മയാണ് അടിക്കലൊക്കെ ചെറുപ്പത്തിലൊക്കെ, അച്ഛൻ അങ്ങനെ അടിക്കൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും കുറുമാണിച്ച് അങ്ങനെ സൈ കേട്ടിട്ട് അടിച്ചാലും ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ച് അച്ഛൻ ഒന്ന് വൈകുന്നേരം മേടിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അച്ഛൻ അത് പ്രത്യേകം വേഗം ഉണ്ടാക്കി തരാനൊക്കെ ശ്രമിക്കാറുണ്ട് അച്ഛൻ. പിന്നെ അച്ഛൻ കോഴിക്കറി ഉണ്ടാക്കണേ. അപ്പം അത് ഞാൻ ഒരു ചെറിയ വീഡിയോ, അങ്ങനെ വലിയ വിശദമായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ അങ്ങനെയൊന്നല്ല, ചെറിയൊരു വീഡിയോ. ഞാൻ അങ്ങനെ വീഡിയോ ഇട്ടൊന്നും നന്നായി തുടങ്ങിയിട്ടില്ല, സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആളല്ല. മൊത്തത്തിൽ എനിക്കിത്തിരി ഒരു ഉൾവലിയണ ഒരാളാണ്. എല്ലാ കാര്യം ഇങ്ങനെ ഓപ്പൺ ഇട്ട് എല്ലാം കാണിച്ച് അങ്ങനെ ഇഷ്ടമില്ലാണ്ടല്ല, വീഡിയോ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഒരു മടി, എല്ലാം അങ്ങനെ ചെയ്യാനായിട്ടും ഒരു മടി. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പണ്ട് തൊട്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് സാധ്യമാവണില്ല. അതുകൊണ്ടാണ് അങ്ങനെ. ഇതാ കോഴിനെ ഈ കോഴിയുടെ തൂവല് പറക്കാണ്ട് തൊലി നാടൻ കോഴിയുടെ തൊലി കളയില്ല അല്ലേ? കടയിൽ നിന്ന് ഇങ്ങനെ തന്നെ ചെയ്യാം. അതെ, നാടൻ കോഴി കഴിക്കുമ്പോൾ അവർ കൊടുക്കും. ഞങ്ങളുടെ കോഴി ഇതിനെന്താ പറയാ ഇങ്ങനെ, ഇതിനെന്ത് രോമം കരിച്ചിട്ട് എൻ്റെ ഉദ്ദേശം എന്താന്ന് കരിച്ചതിന് ശേഷം നോക്കുന്നിട്ട് കഴുകി കറി കഴിഞ്ഞു അല്ലേ? അങ്ങനെ കാല് വെട്ടി ഇവിടെ നോക്കി, മുറിക്കുന്ന ആളെ നോക്കൂ. എല്ലാവരും കാണും. ഞാൻ അച്ഛൻ നല്ല സുന്ദരനായിട്ട് ഷർട്ടൊക്കെ ഇട്ടിരിക്കരുത്. ഇങ്ങനെ തന്നെയാവൂല്ലേ നാടൻ കോഴിനെ എല്ലാവരും ചെയ്യണേ. ചൂടുവെള്ളത്തിൽ മുക്കുന്നു, കരിക്കുന്നു. നമ്മളെ ഈ നാടൻ ചിക്കൻ എങ്ങനെ കറി വെക്കുക? എത്ര തരത്തിൽ വെക്കാം? കറി പല സൈസിൽ വെക്കാലോ. പല സൈസ് തേങ്ങ അരച്ച് വെക്കാം. സാധാരണ നമ്മള് നാടൻ സവോള വാട്ടിട്ട് ഉറക്ക പറയാ. ഉറക്ക കേക്കില്ലത്. അയ്യാച്ചന് വയ്യാന്ന് പറയാ. കാലുമത്തെ എന്താന്ന് ചോദിക്കുക ചിലപ്പോ ആരെങ്കിലും കണ്ട. അത് കണ്ട് ചെറുപ്പത്തിലുള്ളതാ. ഇന്ന് നമ്മളെങ്ങനെ വറുത്തരച്ചിട്ടല്ലേ വെക്കണേ? പീസായി തുടങ്ങില്ലേ? പീസായി തുടങ്ങി. പീസാക്കി ഇതിൽ എന്തൊരു മഞ്ഞപ്പൊടി, ഉപ്പും
മഞ്ഞപ്പൊടി കൂട്ടുക. വേവിക്കാൻ വെക്കാൻ പോവാ. അടുപ്പത്ത് കിടന്ന് തിളച്ചോണ്ടിരിക്കുക ചിക്കൻ കറി.